അങ്ങനെ ഞങ്ങൾ സ്മാർട്ട് ബസാറിൽ പോയി വിചാരിച്ച സാധനം മാത്രം കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചക്ക് ഫുഡ് വെക്കാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും രാത്രിയും ഫുഡ് എന്തായാലും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പുറത്ത് തന്നെ കഴിക്കാന്നുള്ളത് ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പോയി ഇപ്പോൾ കോർണിഷ് കഫേ നമ്മുടെ ഒരു തറവാട് പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഈ ഒരു കോർണിഷ് കഫേന്റെ മുതലാളി എന്ന് പറയുന്നത്. കുഞ്ഞാക്കാന്റെ കൂടെ പഠിച്ചതും ഫ്രണ്ടൊക്കെ ആണ് കേട്ടോ. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുശലാന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഒരു ഫുൾ ഷവായും ഒരു ഷവർമയും കുറച്ച് റൈസും കൂടെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യത്തിലധികം നല്ല പോലെ തിരക്കുണ്ടായിരുന്നു. എത്ര തിരക്കുണ്ടെങ്കിലും നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ സീറ്റൊക്കെ സെറ്റ് ചെയ്ത് തരും കേട്ടോ. നമുക്ക് പുറത്ത് നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കുക. അതല്ല ഉള്ളിൽ കുറച്ച് പ്രൈവസിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കുക. എല്ലാ സെറ്റപ്പും അവർ നമുക്ക് ചെയ്ത് തരും. പിന്നെ കോർണിഷ് കഫേത്തെ ഷവായൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല. വേറെ എവിടുന്നും കിട്ടാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കുറേ സ്ഥലത്ത് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു ടേസ്റ്റുള്ള ഷവായ നമ്മൾ കഴിച്ചിട്ടില്ല. ഈ ഒരു മസാല അവരെങ്ങനെ തയ്യാറാക്കുന്നു ഞാൻ കുറേ ആലോചിക്കാറുണ്ട്. പിന്നെ കൂടെ തന്നെയുള്ള ഈ ഒരു മാങ്ങ മസാല ഇതിനെന്താ പറയാന്നുള്ളത് അറിയില്ല. ഞാനിട്ടൊരു പേരാണ് മാങ്ങ മസാല. ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. മറ്റു കടകളൊന്നും ഈ ഒരു സംഭവം കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര എരിയായിരിക്കും കേട്ടോ. ഇത് നമുക്ക് പാകത്തെ എരിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഏകദേശം വയറൊക്കെ നിറഞ്ഞു എന്നുണ്ടപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങിട്ടോ. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് വാങ്ങിയ സാധനങ്ങൾ അവിടുന്ന് ഓരോന്നോരോന്നൊക്കെ വീഡിയോസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പേസിന്റെ പരിമിതി മൂലം പിന്നെ അതുപോലെ തന്നെ കുറെ ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും നമുക്ക് വീഡിയോസ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു മടി വരും. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് സാവധാനത്തിൽ അങ്ങോട്ട് എടുക്കാന്ന് വെച്ചാൽ അങ്ങനെ മിൽക്കി ബാർ സ്മൂത്തി പാലപ്പഴം ചപ്പാത്തിയും കുറച്ച് കറിവേപ്പിലി പിന്നെ എന്റെ ആവശ്യപ്രകാരം വാങ്ങിയതാണ് ഈ ഒരു പഫ് കോൺ കേട്ടോ. കൂടെ ഫാബ്രിക് കണ്ടീഷണറും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്മെല്ലാണ്. പിന്നെ ഒരു 3-4 പാക്ക് ഉപ്പും ഒരു 10 കിലോ പഞ്ചസാരയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് ഇത്ര അധികം എന്തിനാ വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഒച്ച് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനെ തുരത്താൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഉപ്പ് വാങ്ങിക്കുന്നത്. കൂടെ വിവലും മിൽക്ക് മേഡും. ഈ ഒരു മിൽക്ക് മേഡിന് പോണ വഴി കാണൂല. പണിക്കാർക്കുള്ള നാരങ്ങ മിൽമേട നെയ്യും സച്ചൊക്കെ സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു പ്ലേറ്റും ഉണ്ട്. ചോറിൽ ഉപ്പിടുന്ന സ്വഭാവം കൊണ്ട് ഒരു പേക്ക് കല്ലും കൂടെ തന്നെ നമ്മുടെ ഗോൾഡ് വിനറും നല്ല അടിപൊളി സ്മെല്ലുള്ള ഹാൻഡ് വാഷ് കേട്ടോ. താണ്ടെ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു 11 കിലോ പഞ്ചസാര. അപ്പൊ എന്തിനാണ് ഇത്ര അധികം വാങ്ങിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എടോ ഇത് നിൽക്കുന്ന ആൾക്കൊന്നല്ല 1 മാസം 2 മാസമൊക്കെ നമ്മൾ ഇതുകൊണ്ട് പോകും. പിന്നെ ഇതാ വെള്ളക്കടല പച്ചക്കടല ചുവപ്പ് കടല എന്ന് പറഞ്ഞ് കുറച്ച് കടലയും പയർ ഐറ്റംസ് ഒക്കെ ആണ് കേട്ടോ. പിന്നെ കുറച്ച് പരിപ്പും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഉണ്ടപ്പരിപ്പ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് നൂഡിൽസും ഇത് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ എടുക്കുള്ളൂ. ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അപ്പൊ തന്നെ ഒക്കെ നമ്മൾ വെച്ച് കഴിക്കൊന്നുമില്ല. ഇതാണ് ആ ഒരു പറയപ്പെട്ട ബോക്സ് എന്ന് പറയുന്നത്. ഇതല്ല, ഇത് ഇന്നലെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ആ ഒരു 3 ഡബ്ബകളാണ്. അപ്പൊ അങ്ങനത്തെ ഡബ്ബ വാങ്ങിക്കാനാണ് പോയത്. പക്ഷെ കിട്ടിയത് ആ ഒരു 3 എണ്ണം. പിന്നെ ഒരു തൂക്കുപാത്രം ഇന്നലെ വാങ്ങിച്ചതാണ് കേട്ടോ. അതൊന്നും നമ്മൾ ഇന്ന് വാങ്ങിച്ചതല്ല. അങ്ങനെ ഫൈനലി നമ്മുടെ ബില്ല് ഒരു 3000 സംതിങ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് പോവാണെങ്കിൽ പിന്നെ 4000-5000 ഒക്കെ ബില്ലാവും. നമ്മൾ ഇത്രയും ബില്ലാക്കാറില്ല. അന്ന് ഓരോക്കെ അവരുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കിടന്നിറങ്ങി. ഞാനിത് അതെല്ലാ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം അഴിച്ചൊക്കെ ഡബ്ബകളിൽ ഇട്ട് വെച്ചിട്ട് അടുക്കളയൊക്കെ ക്ലീനിങ്ങും കഴിഞ്ഞ് ലാസ്റ്റാണ് ഞാൻ പോയി കിടന്നിറങ്ങുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.